പുറപ്പാട് 33:14 കർത്താവ് പറഞ്ഞു, പറഞ്ഞേ, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഇപ്പോൾ ഉടമ്പടി വഴി എന്നാ സംഭവിക്കണത്? നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാണ്. അതെപ്പോഴും പൗലോസ് ശ്ലീഹായും പറയും, യേശുക്രിസ്തുവിൻ്റെ സ്വന്തം. യേശുക്രിസ്തുവിൻ്റെ സ്വന്തമായി മാറുന്നത് എങ്ങനെയാണ്? വിശുദ്ധ രക്തത്താൽ അവൻ നമ്മളെ വീണ്ടെടുത്ത് കഴിയുമ്പോൾ, അവൻ്റെ വിശുദ്ധ രക്തത്താൽ എനിക്ക് പകരക്കാരനായി അവൻ മരിച്ചപ്പോൾ അവൻ എനിക്ക് വില കൊടുത്തവനാണ്, അവൻ എന്നെ വിലക്ക് വാങ്ങിയവനാണ് നിത്യതയ്ക്ക് വേണ്ടി. അപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ജനം. അതാണ് റോമ 1:6. യേശുക്രിസ്തുവിൻ്റെ സ്വന്തവും സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരും കൈ അടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ഒരുമിച്ച് പാടുക. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തമാകും, സ്വന്തമായാൽ അവകാശിയാകും, അവകാശിയായാൽ നമുക്ക് ക്ലെയിം ഉണ്ടാകും. എന്താണ് നമ്മൾ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ വാഗ്ദാനത്തിൻ്റെ അവകാശിയാക്കുന്നത്? നിബന്ധനകളാണ്. അത് നമ്മൾ അറിയണം. നമ്മളെ നിലനിൽക്കണതില്ലേ, നമ്മളെ അവകാശത്തിൽ നിലനിൽക്കുന്നത് എന്താ? നമ്മളെ ഉടമ്പടിയുടെ അവകാശിയാക്കണത്. ഉടമ്പടിയാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാക്കണത്. ഇപ്പോൾ കുർബാന പോലും എന്താണ്? ഉടമ്പടിയാ. ഈ ഉടമ്പടി ഈശോ പറഞ്ഞതെന്ന്, ഞാനൊരു പുതിയ ഉടമ്പടി എന്നാണ് ഈശോ പറഞ്ഞത്. പക്ഷെ പുതിയ ഉടമ്പടി എന്ന് ഈശോ പറയുമ്പോഴും പഴയ ഉടമ്പടി റദ്ദാകണില്ല. 3:15 ഗലാത്യ വചനമനുസരിച്ചുകൊണ്ട് ഇത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഉടമ്പടി ആയതുകൊണ്ടാണ്. ഇതിൻ്റെ സ്ഥലം എന്താ? എല്ലാ ഉടമ്പടിക്കും എപ്പോഴും സ്ഥലവും ഉണ്ടാകും, സന്താനവും ഉണ്ടാകും. എബ്രഹാത്തിൻ്റെ ഉടമ്പടിക്ക് എന്താണ് വാഗ്ദാനം? സ്ഥലം. ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ദേശം നിനക്ക് അവകാശമായി തരും. അപ്പോഴേ എബ്രഹാം ദൈവത്തോട് കണ്ണീരിട്ടു, അങ്ങനെക്ക് അവകാശമായി തരുന്ന ഭൂമിയിൽ അങ്ങനെക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ കൈമാറാൻ എനിക്ക് സ്വന്തമായി സന്താനം ഇല്ല എന്ന് പറയും. അപ്പോൾ എബ്രഹാത്തോട് പറയും, ഞാൻ നിനക്ക് മണ്ണ് പോലെ സന്താനം തരും. അപ്പോൾ സ്ഥലവും സന്താനവും എന്തിൻ്റെതാണ്? ഉടമ്പടിയുടെ വാഗ്ദാനമാണ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ അവിടെയും സ്ഥലവും സന്താനവുമാണ് ഉടമ്പടിയുടെ വാഗ്ദാനം. തേനും പാലും ഒഴുകുന്ന ദേശം ഞാൻ നിനക്ക് നിൻ്റെ സന്തതികൾക്കും അവകാശമായി നൽകും. പുതിയ നിയമത്തിൽ വരുമ്പോഴും എന്താണ്? സ്ഥലവും സന്താനവും തന്നെയാണ് പുതിയ നിയമത്തിലെ ഉടമ്പടിയുടെ വാഗ്ദാനങ്ങൾ. ഈശോ എന്നാ പറഞ്ഞത്? ഉടമ്പടി ചെയ്തതിന് ശേഷം 13-ാം അധ്യായത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് 14-ാം അധ്യായം തുടങ്ങണേ എങ്ങനെയാണ്? നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞേ.
ഹൃദയം അസ്വസ്ഥമാകാതിരിക്കട്ടെ. ദൈവത്തിൽ വിശ്വസിക്കുവേൻ, എന്നിലും വിശ്വസിക്കുവേൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു സ്ഥലം സജ്ജമാക്കാൻ പോവുകയാണെന്ന് നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം സജ്ജമാക്കി കഴിയുമ്പോൾ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കണം. കൈ അടിച്ചു കിടത്താണ്. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, മക്കളെ പോലെ നാം പറന്നുയരും. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, മക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനെ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രാണന്റെ പ്രിയനാം മണവാളനെ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. അപ്പോൾ പുതിയ നിയമത്തിലെ വാഗ്ദാനം എന്താണ്? അവിടെ സ്ഥലം തന്നെയാണ്. ഏത് സ്ഥലമാണ്? നിത്യതയായ സ്ഥലമാണ്. അവിടെയും ഉണ്ട് സന്തതികൾ. കർത്താവ് ഉടമ്പടി ചെയ്യുന്നതിനെക്കുറിച്ച്, കർത്താവ് തൻ്റെ വിശുദ്ധമായ രക്തത്തിൽ ഉടമ്പടി ചെയ്യുന്നതിനെക്കുറിച്ച് 700 കൊല്ലം മുമ്പ് ഐശയ്യാ പ്രവചിച്ചിട്ടുണ്ട്. ഈ ഉടമ്പടി വഴി ആണ് ദൈവത്തിൻ്റെ സന്തതികളെ ജനിക്കുന്നതെന്ന്. ദൈവത്തിൻ്റെ വിശുദ്ധ സന്തതികളെ പാപരഹിതമായി കർത്താവ് വീണ്ടെടുത്ത തൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്ത സന്തതികളെ ഈ ഉടമ്പടി മൂലമാണ് ഉണ്ടാകുന്നതെന്ന് ഐശയ്യാ 53 ഏറ്റു പറഞ്ഞ് അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. ഐശയ്യാ 53:10. ഐശയ്യാ 53:10. അവിടുന്ന് ഏറ്റു പറഞ്ഞ് അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പം പുതിയ നിയമ ഉടമ്പടിയിലൂടെയാണ് വിശ്വാസത്തിൻ്റെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള സന്തതികൾ പരമ്പരയായി വരണത്. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ ഉടമ്പടിയിലും എന്താണുള്ളത്? സ്ഥലവും സന്താനവുമാണുള്ളത്. ഇവ സന്താനങ്ങളെ അനുഗ്രഹിക്കുമെന്നല്ലേ ആദ്യം മുതലേയുള്ള വാഗ്ദാനം. സന്താനങ്ങളെ അനുഗ്രഹിക്കപ്പെട്ട സന്താനങ്ങളല്ലേ ഇവിടെ വന്ന് സാക്ഷ്യം പറയണത്, അല്ലേ? എത്ര സന്താനങ്ങളാണ്. അതുപോലെ പല ആൾക്കാരും സാക്ഷ്യം, അപ്പം ഇവർ വന്ന് 2 സാക്ഷ്യങ്ങളൊക്കെ ആകുമ്പോൾ എന്നോടൊന്ന് പറയാം, അച്ഛാ സാക്ഷ്യം പറയാനായോ? ഞാൻ പറഞ്ഞ് എൻ്റെ അടുത്ത കാര്യമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ അതുകൂടി, അപ്പം ഞാൻ അതുകൂടി നടക്കും, അത് കഴിഞ്ഞിട്ട് വന്ന് സാക്ഷ്യം പറയാം. അതായത് ഒരു അനുഗ്രഹം പോലും കിട്ടാത്തൊരു വിഷമിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. കാര്യം ഉടമ്പടിക്ക് ആ 1 വർഷം വരെ സമയമുണ്ട്. 4 കോളങ്ങളില്ലേ നമുക്ക്, 4 കോളങ്ങളില്ലേ? അപ്പം അതുവരെ വെയിറ്റ് ചെയ്യണം. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ദേവാലയത്തിൽ വന്ന് ഉടമ്പടി പറയുവാനായിട്ട് എനിക്ക് അവസരം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും
സാക്ഷ്യം പറയാമെന്ന എന്നെ അനുവദിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എനിക്ക് ആദ്യമായി കിട്ടിയത് രോഗസൗഖ്യത്തെ പറ്റിയുള്ള സാക്ഷ്യമാണ്. ഞാൻ സൗദിയിൽ നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. 10 വർഷത്തോളമായിട്ട് എൻ്റെ ഇടത് കാലിൻ്റെ മുട്ടിന് നീര് വന്ന് ഫ്ലൂയിഡ് ഇഞ്ചക്ഷൻ ചെയ്തെടുത്ത് കളയേണ്ട അവസ്ഥ പല പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഡോക്ടേഴ്സിനൊന്നും എന്താണ് അസുഖമെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി അത് പ്രയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് എൻ്റെ കാലിൻ്റെ വേദന പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ ഞാൻ ഉടമ്പടി എടുത്തപ്പോഴത്തന്നെ നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. 2024 ഒക്ടോബറിലെ ഉടമ്പടി ജപമാല റാലി ഞാൻ പങ്കെടുത്തു കൊള്ളാമെന്ന്. അങ്ങനെ ആ ദിവസം ഞാൻ പങ്കെടുക്കുകയും എനിക്ക് എൻ്റെ കാലിൻ്റെ മുട്ടിന് പൂർണ്ണ സൗഖ്യം വരികയും ചെയ്തു. ഇപ്പോൾ എനിക്ക് മുട്ടുമടക്കി എനിക്ക് കൊന്ത ചൊല്ലാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. എത്ര നേരം വേണേലും എനിക്ക് മുട്ടുമടക്കി നിൽക്കാം. നേരത്തെ അങ്ങനെയൊന്നും പറ്റത്തില്ലായിരുന്നു. അന്ന് ഉടമ്പടി ജപമാല റാലിക്ക് പോകുമ്പോൾ 6 മണിക്കൂർ നടന്നിട്ടും കാലിനൊരു നീരും വന്നില്ല. ഇതൊക്കെ പരിശുദ്ധ അമ്മ തന്ന അനുഗ്രഹത്തിൻ്റെ ഫലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത് വന്ന രോഗസൗഖ്യം എനിക്ക് ഈ വർഷം ജൂൺ മാസം 2-ാം തീയതി വൈകിട്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ ഫോട്ടോ വലതുവശത്തായിട്ട് ഇങ്ങനെ വലതുവശം മാത്രം മിന്നിക്കൊണ്ട് വരികയും എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. രാത്രിയായപ്പോഴത്തേക്ക് അമ്മ എൻ്റെ സ്വപ്നത്തിൽ വന്നു. നെക്സ്റ്റ് ഡേ ജൂൺ 3-ാം തീയതി എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് എൻ്റെ മുഖത്തിൻ്റെ വലതുവശം പാരാലിസിസ് ആയി. അത് ഫേഷ്യൽ പാൾസി എന്ന് പറയും. ഡോക്ടേഴ്സിനെ പോയി കണ്ടു, സ്കാൻ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു 3 മാസം എടുക്കും ഇത് റിക്കവർ ആകാനായിട്ട്. പക്ഷേ ചെറിയ കാര്യങ്ങൾക്ക് പോലും എനിക്ക് ടെൻഷനാകുന്ന ഞാൻ പരിശുദ്ധ അമ്മയെ വിശ്വസിച്ച് അമ്മയെ കൂട്ടുപിടിച്ച് അതെനിക്കൊരു ടെൻഷനേ തോന്നിയില്ല. പിന്നെ ഇവിടെ വന്ന അച്ഛനെ കണ്ട് സൈത്ത് പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞ് ട്രീറ്റ്മെൻറ്റും ചെയ്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 3 മാസം എന്ന് പറഞ്ഞ ആ അസുഖം എനിക്ക് 3 ആഴ്ച കൊണ്ടാണ് രോഗസൗഖ്യം തന്നത്, അമ്മ അനുഗ്രഹിച്ചത്. അന്നും ഞാൻ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചിരുന്നത്, ഈ രോഗസൗഖ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഉടമ്പടി തൈലം പൂശി ഉടമ്പടി തൈലം അപ്ലൈ ചെയ്ത് വിശ്വാസപ്രമാണം ചൊല്ലുക മാത്രമാണ് ഞാൻ ചെയ്തത്. വിശ്വാസത്തോടുകൂടി അത് ചെയ്തപ്പോൾ എനിക്ക് രോഗസൗഖ്യം വന്നു. അതിൻ്റെ 2-ാമത്തെ സാക്ഷ്യം. ഇനി 3-ാമത്തെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ എൻ്റെ ജോലിയെ പറ്റിയിട്ടാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യവും. ഞാൻ അയർലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് OET എക്സാം എഴുതുന്നത് 2024 ഓഗസ്റ്റിലാണ്. ആ സമയത്ത് ഉടമ്പടിയിൽ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് വലിയ സ്കോറൊന്നും കിട്ടുന്നില്ല. ജസ്റ്റ് എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടിയാൽ മാത്രം മതിയെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. പക്ഷേ അമ്മ എനിക്ക് 4 മൊഡ്യൂളിനും 400 എബോവ് സ്കോർ തന്ന് എന്നെ അനുഗ്രഹിച്ചു. അതിലൊരു സ്കോർ എനിക്ക് 400 എ സ്കോറായിരുന്നു OETക്ക്. പിന്നെ അമ്മ തന്ന അനുഗ്രഹം ഈ അയർലൻഡിലെ ഇൻ്റർവ്യൂവിന് മെയ് മാസം 2024 ആദ്യത്തെ ഇൻ്റർവ്യൂ അയർലൻഡിൽ അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ അതൊരു ഹോം കെയർ ആയിപ്പോയി. അത് എനിക്ക് കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം വെച്ചാൽ അതല്ല ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അമ്മയോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അമ്മ രാത്രിയിൽ ദർശനത്തിൽ വന്നിട്ട് കാണിച്ചെന്ന് ജോസഫ് അച്ഛനെയാണ്. നെക്സ്റ്റ് ഡേ ഞാനിവിടെ വന്ന അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചു. അപ്പോൾ അച്ഛൻ ആദ്യം വന്നിട്ട് ഒരു കാശ് രൂപം എൻ്റെ കയ്യിൽ തന്ന് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പോയിട്ടൊരു കാശ് രൂപം കൊണ്ടു തന്നിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് 1 വിസയല്ല 2 വിസയാണ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഏപ്രിൽ 25-ാം തീയതി എനിക്ക് കുവൈറ്റിൻ്റെ കോൾ വന്ന എമോയിച്ചിൻ്റെ. അങ്ങനെ കുവൈറ്റ് എമോയിച്ചിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് എനിക്ക് സെലക്ഷനായി. പിന്നെ വന്ന ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് CHI എന്ന് പറയുന്ന അയർലൻഡിലെ തന്നെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂ ആണ് ഞാൻ ചൂസ് ചെയ്തത്.
ആ ഇൻ്റർവ്യൂ പാസ്സാകുന്നതിന് വേണ്ട സമയത്തേക്ക് എനിക്ക് ഭയങ്കര ചുമയും ശാരീരിക അസ്വസ്ഥതകളും കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം എനിക്ക് അലർജിയുടെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്തത്, എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അമ്മ മാതാവ് മാത്രമേ എൻ്റെ കൂടെ ഉള്ളൂ. അമ്മ സഹായിക്കാതെ എനിക്ക് ഈ ഇൻ്റർവ്യൂ ഒട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയും ടഫുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അതുകൊണ്ട് ഞാൻ ചെയ്തത്, അമ്മയുടെ ഉടമ്പടി നേർച്ച വസ്തുക്കളായ തൈലം പൂശി, ഉപ്പ് സേവിച്ച്, വെള്ളത്തിൽ കലക്കി ഉപ്പ് സേവിച്ച്, വിശ്വാസപ്രമാണം ചൊല്ലി, 2 വശത്തെ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ദിവസം ഞാൻ പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ച് അമ്മ മാതാവിനെയും കൂട്ടുപിടിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. 30 മിനിറ്റ് ഉണ്ടായിരുന്ന ഇൻ്റർവ്യൂ, ഒരു നിമിഷം പോലും ഞാൻ ചുമ എനിക്ക് വന്നതേ ഇല്ല. ആ 30 മിനിറ്റത്തെ ഇൻ്റർവ്യൂ എനിക്ക് പാസ്സാകാനും, അങ്ങനെ 25 പേരുണ്ടായിരുന്ന ഇൻ്റർവ്യൂവിൽ 3 പേരാണ് ആകെ സെലക്ട് ആയത്. അതിലൊരാളായിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടുകയും ചെയ്തു. പിന്നെ അടുത്തത് വന്ന എൻ്റെ ഒരു കടമ്പ എന്ന് വെച്ചാൽ, ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിടുത്തെ സർവീസ് ഫോം എനിക്ക് അവർ തരത്തില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു സൗദി എംബസിയുമായിട്ട് അയർലൻഡ് എംബസി കോണ്ടാക്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ഈ പേപ്പർ അവർ തരുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ടെൻഷനൊന്നും തോന്നിയില്ല, കാരണം അമ്മ കൂടെ ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത്. അങ്ങനെ അമ്മയോട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അയർലൻഡ് ഒഫീഷ്യൽസിൽ നിന്ന് എനിക്ക് മെയിൽ വന്നു, നിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മാത്രം മതി, വേറെ ഒരു പേപ്പേഴ്സും വേണ്ട എന്ന്. പിന്നെ അടുത്ത ഒരു കടമ്പ വന്നത്, എൻ്റെ കോൺട്രാക്ട് ലെറ്റർ ഓഗസ്റ്റ് ആയിട്ട്, മെയ് അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ കോൺട്രാക്ട് ലെറ്റർ വന്നില്ല, ഓഗസ്റ്റ് ആയിട്ടും. പിന്നെ ഓഗസ്റ്റ് 10-ാം തീയതി ഇവിടെ വന്ന് വീണ്ടും എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട സമയമാണ്. ഉടമ്പടി പുതുക്കി ഞാൻ അച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛൻ പറഞ്ഞത്, അച്ഛൻ എൻ്റെ പേപ്പർ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നിട്ട് എൻ്റെ തലയിൽ കൈവച്ചിട്ട് തംസ് ഇങ്ങനെ പൊക്കിയിട്ട് ഒന്നും പേടിക്കണ്ട എന്നുള്ള മട്ടിൽ കണ്ണടച്ച് കാണിച്ചു. പക്ഷേ അച്ഛൻ്റെ മുഖത്ത് നോക്കി എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റും. അച്ഛൻ്റെ തലയുടെ ചുറ്റിലൊരു ഹോളോ, തൊട്ടു പുറകിലായിട്ട് അച്ഛൻ്റെ അടുത്ത് പരിശുദ്ധ അമ്മ. അപ്പോൾ എനിക്ക് ഉറപ്പായി എനിക്ക് എന്തായാലും എൻ്റെ കോൺട്രാക്ട് ലെറ്റർ വേഗം തന്നെ വരും, എനിക്കെല്ലാം എൻ്റെ ശരിയാവുമെന്ന്. വീട്ടിൽ പോയി ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ പ്രാർത്ഥനകളെല്ലാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഓഗസ്റ്റ് 12-ാം തീയതി അച്ഛൻ്റെ പ്രാർത്ഥനയുടെ സമയം, ഉടമ്പടി ധ്യാനത്തിൻ്റെ സമയത്ത് അച്ഛൻ പറഞ്ഞൊരു വാക്ക് എൻ്റെ മനസ്സിൽ തട്ടി. അതെന്താണെന്ന് വെച്ചാൽ, അതിൽ അച്ഛൻ ഇങ്ങനെയാണ് പറയുന്നത്, മാലാഖ കൈവിരിച്ച് അനുഗ്രഹിക്കുന്നു, 44 എന്ന സംഖ്യ കാണിക്കുന്നു എന്ന് പറഞ്ഞു. ഞാനത് അപ്പോൾ എനിക്കുള്ളതാണ് എന്നുള്ള ഉറപ്പിച്ച് ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ബൈബിൾ ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഹഗ്ഗായി 18 മുതൽ 23 വരെയാണ്. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് കാണാതറിയത്തില്ല, ഞാൻ ഹിന്ദു ആണ്, അതുകൊണ്ട് ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ആകയാൽ ഇന്നു മുതൽ 9-ാം മാസം 24-ാം ദിവസം മുതൽ കർത്താവിൻ്റെ ആലയത്തിന് കല്ലിട്ട ദിവസം മുതൽ എങ്ങനെ ആയിരിക്കുമെന്ന് ശ്രദ്ധിക്കുവിൻ. വിത്ത് ഇനിയും കളപ്പുരയിൽ തന്നെയാണോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകവും ഒലിവും ഇനിയും ഫലം നൽകുന്നില്ലേ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ആ വചനം കണ്ടപ്പോൾ ബൈബിൾ ഞാൻ കംപ്ലീറ്റ് വായിച്ചിട്ടുണ്ട്, പക്ഷേ എന്നാലും ആദ്യമായിട്ടാണ് ഞാൻ ആ വചനം കാണുന്നത്. ഞാനപ്പോൾ ഉറപ്പിച്ചു എനിക്ക് എന്തായാലും സെപ്റ്റംബർ 24-ാം തീയതി അമ്മ എൻ്റെ വിസ എനിക്ക് തരുമെന്നുള്ള ഞാൻ ഉറപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി നേർച്ച വസ്തുക്കൾ തന്നെയാണ് എന്നെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരുന്നത്. ടെൻഷനൊന്നും ഇല്ലാതെ മുമ്പോട്ടേക്ക് പോയി. അങ്ങനെ സെപ്റ്റംബർ 15-ാം തീയതി എനിക്ക് VFSന് അപ്ലൈ ചെയ്യാനായിട്ട് മെയിൽ വന്നു. സെപ്റ്റംബർ 24-ാം തീയതി ഞാൻ മെയിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും, അമ്മ പറഞ്ഞ ദിവസം ഞാൻ മെയിൽ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ വിസ സ്റ്റാമ്പ് കഴിഞ്ഞു. അത് ഡൽഹി എംബസിയിലേക്ക് വന്നിട്ടുണ്ടെന്ന് കണ്ടു. ഇന്ന് എനിക്കെൻ്റെ വിസ കിട്ടി. ഞാൻ നെക്സ്റ്റ് മന്ത് അയർലൻഡിലേക്ക് പോവുകയാണ്. പരിശുദ്ധ അമ്മ തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി ഞാൻ പറയുന്നു. അതോടൊപ്പം എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്തെന്ന് വെച്ചാൽ, ഞാനിവിടുന്ന് ഉടമ്പടി പത്രം വാങ്ങിച്ചിട്ട്, എൻ്റെ വീട് ഇവിടെ അടുത്താണ്, പക്ഷെ ഞാൻ കൊല്ലത്തും പുനലൂരും ഒക്കെ പോയിട്ടാണ് കൊടുക്കുന്നത്.
പിന്നെ തമിഴ് പത്രമൊക്കെ വാങ്ങിച്ചിട്ട് പുനലൂർ ഏരിയയിലൊക്കെ കുറേ തമിഴ് ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് മലയാളം അറിയത്തില്ലാത്തതുകൊണ്ട് തമിഴ് പത്രമാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ എനിക്ക് വന്നതില്ല, ചിലരെന്നെ വഴക്ക് പറയും, പക്ഷേ അപ്പോഴും ഞാൻ മനസ്സിൽ സന്തോഷിക്കും. കാരണം അച്ഛൻ പറഞ്ഞിട്ടുള്ളല്ലോ, നമ്മുടെ സ്റ്റാറ്റസ് ഡൗൺ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് അതുകൊണ്ട് കാര്യമുള്ളൂ എന്ന്. അപ്പോൾ എനിക്കത് വിഷമമില്ല. നേരത്തെ ഒരാൾ എന്നോട് ദേഷ്യപ്പെട്ടാൽ ഞാൻ 10 തിരിച്ചു പറയുന്ന ഒരാളായിരുന്നു. പക്ഷേ അമ്മ ഉടമ്പടി എടുത്തത് മൂലം എനിക്ക് ഒരുപാട് മാറ്റം എന്ന് പറയുന്നത് എൻ്റെ സ്വഭാവത്തിൻ്റെ മാറ്റം തന്നെയാണ്. കാരണം എനിക്ക് ആരോടും ഇപ്പോൾ ദേഷ്യപ്പെടാനായിട്ട് തോന്നത്തില്ല. എത്ര എന്നെ ഇറിറ്റേറ്റ് ചെയ്താലും ഞാനപ്പോൾ മനസ്സിൽ വിശ്വാസ പ്രമാണം ചൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മിണ്ടാതിരിക്കും. അതാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് വെച്ചാൽ ഞാൻ മാസത്തിലൊരു തുക കയ്യിൽ കരുതും. എന്നിട്ട് അത് ആർക്കാണോ ആവശ്യമുള്ളത് അവർക്ക്, അതിൻ്റെ ആവശ്യമുള്ളവർക്ക് ഞാനത് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ സൗദിയിലായിരുന്ന സമയം അവിടെ ഒരു മോളുണ്ട്, അത് ഹൈഡ്രോസഫാലസ് എന്നൊരു അസുഖം വന്നിട്ട് അതിന് വയ്യാതായ കുട്ടിയാണ്. എൻ്റെ അച്ഛനും അമ്മയൊന്നും അതിനെ നോക്കാറില്ല. അപ്പോൾ ഞാൻ ആ മോൾക്ക് 1 വയസ്സ് തൊട്ടിട്ട് 4 വയസ്സ് വരെ ഞാൻ അതിൻ്റെ എല്ലാ ബർത്ത്ഡേക്കും അതിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കുകയും പിന്നെ ഇടക ദിവസങ്ങളിൽ എനിക്ക് എപ്പോഴൊക്കെ സാലറി ഹൈക്കൊക്കെ വരുമ്പോഴത്തേക്കും ഞാനതിന് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുകയും അതിനെ കുളിപ്പിക്കുകയും അങ്ങനെയുള്ള ഒരുപാട് കാരുണ്യപ്രവൃത്തികൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജപമാല ചൊല്ലുമ്പോൾ എനിക്ക് വേണ്ടി ഞാൻ ജപമാല ചൊല്ലാറില്ല. ആ ഓരോ മണിയിലും ഞാൻ ആരൊക്കെ എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നോ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ജപമാല ചൊല്ലാറുള്ളത്. അതുകൊണ്ട് ചില ദിവസങ്ങളിലൊക്കെ ജപമാല ചൊല്ലുമ്പോൾ 4-5 പ്രാവശ്യം വരെയൊക്കെ ജപമാല ചൊല്ലും. ആദ്യമൊക്കെ ചൊല്ലുമ്പോൾ എനിക്ക് മടുപ്പായിരുന്നു. ആ സമയത്ത് ഞാൻ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചിട്ടാണ് ഞാൻ ജപമാല ചൊല്ലുന്നത്. ഇപ്പം ജപമാല ചൊല്ലുന്ന ഒരു ഹരമാണ്. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. പിന്നെ ഈ ഉടമ്പടി എന്താണെന്നോ പരിശുദ്ധ അമ്മ ആരാണെന്നോ ഒന്നും അറിയാത്ത എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാനും അവരിപ്പോൾ ഒരു പ്രാവശ്യം ഉടമ്പടി വന്ന് പുതുക്കാനും അവർക്ക് പറ്റിയിട്ടുണ്ട്. അവരും അടുത്ത് തന്നെ വന്ന് സാക്ഷ്യം പറയുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് നിജ. ഞാൻ കുറ്റിപ്പുഴ സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവകാംഗമാണ്. ഞാൻ UK നിന്നാണ് വരുന്നത്. സാക്ഷ്യം പറയുന്നതിനും ഉടമ്പടി ജപമാല റാലിക്ക് പങ്കെടുക്കുന്നതിനും വേണ്ടിയിട്ടാണ്. എനിക്കറിയില്ല എൻ്റെ സാക്ഷ്യം മൊത്തം എനിക്ക് പറയാൻ സാധിക്കുമെന്ന്. എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പേരുടെ മുമ്പിൽ നിൽക്കുന്നത്. എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഡിസംബർ 28, 2022 ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ വിസയുടെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾ ദുബായിലായിരുന്നു. അവിടെ നിന്ന് ഹസ്ബൻഡ് ഡിപ്പെൻഡ് വിസയിലാണ് ഞാൻ ആദ്യമായിട്ട് UK ചെല്ലുന്നത്. അപ്പോൾ ഞങ്ങൾ UK ചെന്ന സമയത്ത് ഞങ്ങൾക്ക് ഒത്തിരി പൈസ മുടക്കിയാണ് ഞങ്ങൾ UK ചെന്നത്. അത് കഴിഞ്ഞ് വിസ റിന്യൂ ചെയ്യണമെങ്കിൽ ഇനി മുടക്കിയാലും കൂടുതൽ പൈസ മുടക്കണമെന്നൊക്കെ അവിടെ അഡ്വക്കേറ്റ്മാരുടെ അടുത്ത് വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവർ അങ്ങനെ പറയാനിടയുണ്ടായി. അപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു നഴ്സിംഗ് ഹോമിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നഴ്സിംഗ് ഹോമിൽ മാനേജറിൻ്റെ അടുത്ത് ചോദിച്ചു എനിക്കൊരു വിസ തരുമോ എന്ന്. അപ്പോൾ മാനേജർ നല്ല മനസ്സുകൊണ്ട് അവർ എനിക്ക് അനുവാദം നൽകി വിസ തരാം എന്ന്. അങ്ങനെ വിസയുടെ പ്രോസസ്സിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു അവിടെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് എക്സാം എഴുതണമായിരുന്നെന്ന്. ഞാൻ ഡിപ്പെൻഡ് വിസയിലാണല്ലോ പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഡിപ്പെൻഡ് വിസയിൽ അങ്ങനെ തന്നെ ചേഞ്ച് ചെയ്യാം എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അങ്ങനെ ഓരോന്ന് അപ്ലോഡ് ചെയ്ത് വന്ന സമയത്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് എക്സാം എഴുതണമെന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ അത്ര നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളോ പറയുന്ന ആളോ എഴുതുന്ന ആളോ ഒന്നുമല്ല. അപ്പോൾ എനിക്കിത് വന്നപ്പോൾ ആകെ ടെൻഷനായി. ഞാൻ എന്നിട്ട് ഓരോ IELTS ക്ലാസ്സിനൊക്കെ ചേർന്നു. അങ്ങനെ ഞാൻ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പോയി ഞാൻ എക്സാം എഴുതി. പക്ഷേ എൻ്റെ COS കാലാവധി 1 മാസമാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഫെയിലായി. അങ്ങനെ ഇരിക്കെ എൻ്റെ നാത്തും പറഞ്ഞു ചേച്ചി ഓൺലൈൻ ഉടമ്പടി എടുക്ക്. ഞാൻ അവൾ ഭയങ്കര മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു. സത്യത്തിൽ ഞാൻ അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കുമെങ്കിലും ഞാൻ എപ്പോഴും ഈശോയുടെ അടുത്ത് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അവിടെ ദുബായിൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ ഇടവക പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത്, അച്ഛൻ എനിക്ക് മാതാവിൻ്റെ അടുത്ത് അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ലല്ലോ അച്ഛാ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു മോള് വിഷമിക്കേണ്ട, മാതാവ് ആഗ്രഹിക്കുന്നത് ഈശോയുടെ അടുത്ത് പ്രാർത്ഥിക്കാനാണ് അമ്മ ആഗ്രഹിക്കുന്നത്, നീ ധൈര്യമായിട്ട് ഇരുന്നോ, നീ അതിനെ ഓർത്ത് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞായിരുന്നു. ആ സമയത്തൊക്കെ എൻ്റെ നാത്തൂൻ ഇങ്ങനെ മെസ്സേജുകളൊക്കെ ഇടുമ്പോൾ എനിക്ക് അച്ഛൻ പറയുന്ന ഒരു കാര്യം മനസ്സിലാവില്ലായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ സ്കിപ്പ് ചെയ്ത് അങ്ങനെ കളയായിരുന്നു.
അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പിന്നെ ഉടമ്പടിയിൽ അവൾ പറഞ്ഞതനുസരിച്ച് ഞാൻ ഉടമ്പടി എടുത്തു. അങ്ങനെ ഞാൻ പറഞ്ഞ രീതിയിലെല്ലാം പ്രാർത്ഥിച്ചു. രണ്ടാമത് ഞാൻ പോയി എക്സാം എഴുതിയപ്പോൾ ഞാൻ ഉടമ്പടി എൻ്റെ ഫ്രണ്ടും മമ്മി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉടമ്പടി ഉപ്പ് കൊണ്ടു തന്നായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി ഞാൻ എക്സാമിൻ്റെ അവിടെ വിതറി. എന്നിട്ട് ഞാൻ എക്സാം എഴുതി, ഞാൻ പാസ്സായി. അങ്ങനെ എനിക്ക് പിന്നെയും ഒരു എക്സാം എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ COS ക്യാൻസലാവും, എനിക്ക് വിസ കിട്ടില്ല. അങ്ങനെ രണ്ടാമത്തെ എക്സാമിൽ എനിക്ക് മാതാവിൻ്റെ ഈശോയുടെയും കൃപയാൽ എനിക്ക് വിസ ലഭിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു വീട് മേടിക്കണമെന്ന് ഞാൻ അത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുറേ വർഷത്തെ ആഗ്രഹമായിരുന്നു ഒരു വീട് വാങ്ങിക്കണം എന്നുള്ളത്. ഒത്തിരി വീടുകൾ പോയി കാണുകയും ഒക്കെ ചെയ്യായിരുന്നു. ഒന്ന് നോക്കുമ്പോൾ ഒന്ന് നോക്കില്ല, അങ്ങനെയായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ഞാൻ പക്ഷേ വീട് വാങ്ങിക്കണം എന്നുള്ളൊരു നിയോഗം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മാതാവ് ഞങ്ങൾക്കൊരു വീട് വാങ്ങിക്കാനായിട്ട് സാധിച്ചു. അത് ഞാനും മാതാവിന് വീട് മേടിക്കണേക്ക് മുമ്പ് ഞാൻ അച്ഛൻ പറയുന്ന പോലെ അടയാളം ചോദിച്ചായിരുന്നു. അങ്ങനെ ഞാൻ വാങ്ങിക്കാൻ പോയ വീടിൻ്റെ ഫ്രണ്ടിൽ ഗ്രീൻ കളറിലുള്ള ചെടിച്ചട്ടിയായിരുന്നു. അകത്ത് കയറി കഴിഞ്ഞപ്പോൾ വീടിൻ്റെ കർട്ടൻ ബ്ലൂ കളറ് കർട്ടൻ ഇത് കണ്ടപ്പോൾ ഞാൻ തീരുമാനിച്ചു എനിക്ക് മാതാവായിട്ട് തരുന്ന വീടാണെന്ന്. പക്ഷേ ഞാൻ ആദ്യമേ പ്രാർത്ഥിക്കായിരുന്നു ഈശോയുടെ അടുത്തേക്ക് വീടുന്നു. പക്ഷേ അച്ഛൻ അവർക്ക് പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ മാതാവിലൂടെയാണ് നമുക്ക് നടത്തി തരണേന്നുള്ളത്. ഞാൻ ഇപ്പോൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു മാതാവിലൂടെയാണ് എനിക്ക് ആ വീടും വിസയെല്ലാം ലഭിച്ചതെന്നുള്ളത്. പിന്നെ ഞാനൊരു നേഴ്സായിരുന്നു. പക്ഷേ എനിക്ക് 16 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു എൻ്റെ ഫീൽഡിൽ. ഞാൻ 16 വർഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ജോലിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഒരു വർഷം നഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്ത് കഴിഞ്ഞ നേഴ്സായിട്ടുള്ളവർക്ക് CBT OSCE എന്ന് പറഞ്ഞ 2 എക്സാം പാസ്സായി കഴിഞ്ഞാൽ രജിസ്ട്രേഡ് നേഴ്സായിട്ട് നമുക്ക് കയറാം. ആ 2 എക്സാം പാസ്സായി കഴിഞ്ഞാൽ അപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പം പല ചേച്ചിമാരും എൻ്റെ അടുത്ത് പറയായിരുന്നു മോള് നേഴ്സല്ലേ, നീ എക്സാം എഴുത് പഠിക്കുക എന്നൊക്കെ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ പറയായിരുന്നു എനിക്കതിനൊരു കഴിവില്ല, എങ്ങനെ പാസ്സാവാൻ. പക്ഷേ ആ ഉടമ്പടിയിൽ എനിക്ക് അസാധ്യമായ കാര്യം അത് ഉണ്ടായതുകൊണ്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചായിരുന്നു. മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ സാധിച്ചു തരട്ടെ എന്നുള്ള രീതിയിൽ ഞാനത് സാക്ഷ്യമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എക്സാമും OSCEയും CBTയും OSCEയും പഠിക്കാൻ തുടങ്ങി. എനിക്ക് 2 പേരെ മാതാവ് നിയോഗിച്ച് തന്നത് പഠിക്കാനായിട്ട്. എനിക്ക് NMC രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ആ ചേച്ചിയിലൂടെ എനിക്ക് എല്ലാ NMC രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം ആ ചേച്ചി വഴിയായിട്ട് ചെയ്യാൻ സാധിച്ചു. അതുപോലെ പഠിക്കാനായിട്ട് ഇത്ര നാളത്തെ ഗ്യാപ്പ് ഉണ്ട്, എല്ലാവരും ഒന്നേന്ന് പഠിക്കണമായിരുന്നു. അപ്പോൾ എനിക്ക് അതിന് വേണ്ടിയിട്ട് മാതാവ് ഒരു ഫ്രണ്ടിനെ എനിക്ക് നിയോഗിച്ച് തന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് ഹോമിൽ അവൾ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ പഠിക്കാനായിട്ട് മാതാവ് ഒരു അനുഗ്രഹം തന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും പഠിച്ചു. ഞങ്ങൾ OSCE പാസ്സായി. അങ്ങനെ രജിസ്ട്രേഡ് നേഴ്സ് എന്ന ഒരു പിൻ നമ്പർ എനിക്ക് ലഭിച്ചു കഴിഞ്ഞ ആഴ്ച. അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ചർച്ച് ഉണ്ടായിരുന്നു. ആ ചർച്ചിൽ എന്നും ഇംഗ്ലീഷ് മാസ് ഉണ്ട്. പക്ഷേ ഒരു ഇംഗ്ലീഷ് മാസ് കൂടുന്നതിലും കുറച്ചും കൂടിയും നമുക്ക് ഒരു മലയാളത്തിലൊരു കുർബാന കൂടുമ്പോൾ ഒരു പ്രത്യേകതയല്ലേ, നമുക്ക് മലയാളത്തിലൊരു കുർബാന ആവണം എന്നുള്ളത് ഞാൻ അതും നിയോഗത്തിൽ വെച്ചായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച എൻ്റെ ഹസ്ബൻഡ് മെസ്സേജ് വിട്ടേക്കാണ് ഈ മാസം എല്ലാ മാസം 4th സാറ്റർഡേ നമ്മുടെ അടുത്തുള്ള ചർച്ചിൽ മലയാള മാസ് ഉണ്ടാകുമെന്നുള്ളത്. അങ്ങനെ ആ അനുഗ്രഹവും മാതാവ് എനിക്ക് സാധിച്ചു തന്നു. പിന്നെ എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു. എൻ്റെ ലെഫ്റ്റ് ബ്രസ്റ്റിൽ ചെറിയൊരു തടിപ്പുണ്ടായിരുന്നു. അത് ഭയങ്കര ടെൻഷനായിരുന്നു അതെന്തായിരിക്കും എന്നുള്ളത്. അതും മാതാവിൻ്റെ കൃപയാൽ യാതൊരു കുഴപ്പമില്ലാതെ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. സർജറി കഴിഞ്ഞായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ കയ്യിൽ ഉപ്പും തേനാണ് ഉണ്ടായിരുന്നത്, അത് ഉപയോഗിച്ചായിരുന്നു. എൻ്റെ മമ്മി വിസിറ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മമ്മി കുറച്ച് ഉപ്പും തേനും ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ എൻ്റെ ഒരു ഫ്രണ്ട് അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളും എനിക്ക് ഉപ്പും തേനും തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉടമ്പടി വസ്തുക്കൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു. പിന്നെ മമ്മി വന്നപ്പോൾ കുറച്ച് പത്രം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് അവിടെയുള്ള ഇംഗ്ലീഷുകാർക്കും മലയാളികൾക്കും ഞാനത് വിതരണം ചെയ്തായിരുന്നു. കാരുണ്യപ്രവൃത്തികളെന്ന് പറയുന്നത് അവിടെ ഞാൻ അങ്ങനെ കാരുണ്യപ്രവൃത്തിയൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് എൻ്റെ നാത്തൂനോ അല്ലെങ്കിൽ മമ്മിക്കോ പൈസ അയച്ചു കൊടുക്കും. ആർക്കെങ്കിലും സഹായം ആവശ്യമുള്ളവർക്ക് സഹായം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങളാണ് എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുത്തതുകൊണ്ട് കിട്ടിയത്. കുമ്പസാരി അവിടെ എല്ലാ ദിവസവും സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ അവിടെ പള്ളിയിൽ പോകുമായിരുന്നു പറ്റുന്ന ദിവസങ്ങളിൽ. പിന്നെ കുമ്പസാരിക്കുകയും ചെയ്യുമായിരുന്നു. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ ചില സമയത്ത് സാധിക്കില്ലായിരിക്കും, എന്നാലും ഒരു മാസത്തിനുള്ളിലാണെങ്കിലും ഞാനത് കുമ്പസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ദൈവമാതാവിനും ഈശോയ്ക്കും നന്ദി.